കാഞ്ചാർ ലബക്കടയിൽ 10ഓളം സ്ഥാപനങ്ങളിൽ മോഷണം. വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നത്. 5ഇടത്ത് മോഷണവും മറ്റിടങ്ങളിൽ മോഷണ ശ്രമവുമാണ് ഉണ്ടായത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് എത്തി. കഴിഞ്ഞ രാത്രിയിലാണ് കാഞ്ചിയാർ പഞ്ചായത്ത് ലബ്ബക്കടയിൽ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണവും മോഷണ ശ്രമവും നടന്നത്. ലബ്ബക്കടയിൽ പ്രവർത്തിച്ചു വരുന്ന മിനി സൂപ്പർമാർക്കറ്റിൽ നിന്നും 2000 രൂപയും സഹകരണ ആശുപത്രിയുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും 4000 രൂപയും ഈ സേവന കേന്ദ്രത്തിൽ നിന്നും 1500 രൂപയും മോഷ്ടാവ് അപഹരിച്ചു. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും 10,000-ഓളം രൂപയും മോഷണം പോയി. എന്നും ഡെയിലി കളക്ഷൻ വെച്ചിട്ട് പോകുന്നതായിരുന്നു. പൈസ മൊത്തം പോയിട്ടുണ്ട്. പൈസ പിന്നെ അകത്തിരിക്കുന്നതിൽ ഡ്രോയർ തുറന്നെല്ലാം പൂട്ടെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു നോക്കാൻ പറ്റിയല്ല. അവർ ഇപ്പം പോലീസുകാർ പറഞ്ഞത് അത് അവർ വന്നിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര പോയെന്നറിയാൻ പറ്റിയല്ല. പൈസ എങ്ങനെ പോയേക്കുന്നതെന്നൊന്നും നോക്കാൻ പറ്റിയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും എല്ലാം ബാക്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അത് അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാ ഡ്രോയും തുറന്നിട്ടായിരുന്നു. കൂടാതെ തുണിക്കട, ഓയിൽ മിൽ എന്നിവിടങ്ങളിൽ നിന്ന് പണം നഷ്ടമായി. കാഞ്ചിയാർ വില്ലേജ് ഓഫീസും ടൗണിലെ ബൈക്ക് വർക്ക്ഷോപ്പ്, ലോട്ടറിക്കട, കള്ളുഷാപ്പ് എന്നീ സ്ഥാപനങ്ങളും മോഷ്ടാവ് കുത്തിത്തുറക്കാൻ ശ്രമിച്ചു. ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതാണ്ട് ഒരു 114 രൂപ കള്ള് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ കള്ളെടുത്ത് രാവിലെ തന്നെ അത് കളയുകയുണ്ടായി. ഏതാണ്ട് ഒരു 10-16,000 രൂപ അടുത്ത് നമുക്ക് അതിനകത്തുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന പൈസയും 100 രൂപ ഒരാളെ ചില്ലറ കോയിൻ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് കള്ളം പോയിട്ടുണ്ട്. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച രേഖകൾ സമീപത്ത് നിരത്തിയിട്ട് മോഷ്ടാവ് പരിശോധിച്ചതായും കണ്ടെത്തി. സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര സമീപത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മുഖം മൂടി വെച്ച് കയ്യുറ ധരിച്ച കള്ളൻ മോഷണം നടത്തുന്ന വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ഇടുക്കിയിൽ നിന്നുമുള്ള വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധിച്ചു. വില്ലേജ് ഓഫീസിലെത്തിയ പോലീസ് നായ അവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരം ഓടിയ ശേഷം തിരികെ പോന്നു. കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.